നമസ്തേ. എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ദ എംബറസ് ആണ്. നിങ്ങളെ വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടും പോസിറ്റീവായ ഒരു എനർജിയോട് കൂടി തന്നെയാണ് അവർ തിങ്കിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളും അവരും തമ്മിലൊരു വളരെയധികം ഒരു ബോണ്ടുള്ള എനർജിയായിരുന്നു. അതായത് വളരെ ആഴത്തിലുള്ള ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ. ഒരേ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളുടെയും അവരുടെയും സ്വപ്നങ്ങളും മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറും എല്ലാം സെയിം എനർജിയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്കിടയിലൊരു കാർമിക് എനർജി കടന്നു വന്നതാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ സ്റ്റക്കാക്കിയതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങളുടെ പേഴ്സണുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കാണ് കേട്ടോ. അവർക്ക് ഒരു ബ്ലോക്കേജാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ഈ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർക്ക് സാധിക്കുന്നില്ല. കാരണം ചിലപ്പോൾ അവർക്ക് ചുറ്റുമുള്ളവർ അവരെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാതിരിക്കാൻ പാകത്തിന് ഒരു ബന്ധനം സൃഷ്ടിച്ചിട്ടുണ്ടാകാമെന്നാണ് കാണുന്നത് അവർക്ക് ചുറ്റും ഇപ്പോൾ ഉള്ള വ്യക്തികളിൽ നിന്നും കേട്ടോ. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു എനർജിയുടെ ബോണ്ട്, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു സ്നേഹം, സന്തോഷം, നിങ്ങൾ സൗഹൃദ ബന്ധത്തിലൂടെ വന്ന ഒരു പ്രണയബന്ധവും ആവാം ഈ ഒരു എനർജിയിൽ കാണുന്നത്. എന്താണെങ്കിലും വളരെയധികം ആഴത്തിലൊരു റിയൂണിയൻ നിങ്ങൾക്കിടയിൽ സാധ്യമാവണം എന്നുള്ള ഒരു തോന്നൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ ഉടനെ തന്നെ സാധ്യമാവും കേട്ടോ. കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണലി ഉള്ള ആ ഒരു ബോണ്ട് വളരെ ശക്തമായിട്ടും അവർക്കിപ്പം തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള ഒരു എനർജിയിലേക്ക് അവർ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്.